യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോടെ നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ താൻ ക്രിസ്ത്യാനിയായി തീർന്ന തൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയെക്കുറിച്ചും അതിലുള്ളതായ തൻ്റെ സന്തോഷത്തെക്കുറിച്ചും ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ താൻ എന്തുമാത്രം ജാഗ്രതയുള്ളവനാണെന്നും അറിയിക്കുന്നതായ ഒരു സാക്ഷ്യവചനമാണത്. അപ്പോസ്തലൻ്റെ നിർണയമുള്ള വാക്കുകളാണത്. അപ്പോസ്തലന് ഒരു സഭ സ്ഥാപിച്ച് അതിൻ്റെ ഒരു അധിപതിയായി കഴിയാനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം. എന്നാൽ സഭകൾ അദ്ദേഹം സ്ഥാപിച്ചു, അനേകരോട് സുവിശേഷം പറഞ്ഞു, അനേകരെ ക്രിസ്തുവിൻ്റെ അനുയായികളാക്കി തീർത്തു. പക്ഷേ പിന്നെയും തൻ്റെ ഉള്ളിലുള്ളതായ ആഗ്രഹം കൂടുതൽ ആളുകളോടും വന്നവരെ കൂടുതൽ ശുദ്ധീകരിച്ചെടുക്കണം, പുതിയ ആളുകളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. താൻ ആരായിരുന്നു എന്നെല്ലാം അപ്പോസ്തലനറിയാം. ഒരു സമയത്ത് താൻ ജനിച്ചു വളർന്ന സഭയുടെ എരിവേറിയ ഒരു ശുശ്രൂഷക്കാരനായിരുന്നു. അതൊരു സ്നേഹത്തിൻ്റെ എരിവൊന്നും ആയിരുന്നില്ല, അതൊരു മതവൈരാഗ്യമായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് മതഭ്രാന്തുമായിരുന്നു. അവിടെ നിന്നെല്ലാം അപ്പോസ്തലൻ മാറ്റം വന്നു. ഇപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ദൈവം ആരാണെന്ന് പറയാൻ എനിക്കറിയാം, ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണെന്ന് പറയാൻ എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴെല്ലാം ഞാൻ ഒന്ന് ചുരുണ്ടു പോകാറുണ്ട്, അല്പം ജാള്യതയോടെ ചിന്തിക്കാറുണ്ട്. എൻ്റെ വിശ്വാസം എന്താണെന്ന് പറയാൻ എനിക്കറിയാമായിരുന്നോ? എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒരു 2 സെൻറ്റൻസ് എഴുതാൻ ഒരു കടലാസിൻ്റെ കയ്യിൽ തന്നാൽ എനിക്കത് എഴുതാൻ അറിയാമായിരുന്നോ? നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച്, നിങ്ങൾ ക്രിസ്ത്യാനിയായിരിക്കാം, നിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് ഒരു 2 വരി എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അല്ല, യേശുക്രിസ്തു നിങ്ങളെ ഏൽപ്പിച്ചതായ ഒരു ആത്മീയ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു 2 വരി സെൻറ്റൻസ് എഴുതുവാനായിട്ട് സാധിക്കുമോ? ഇവിടെയാണ് നാം പരാജയപ്പെട്ടു പോകുന്നത്. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചോ ഒരു ക്രിസ്ത്യാനിയായതിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചോ ഇന്ന് ക്രൈസ്തവർക്ക് ബോധ്യമില്ല എന്നുള്ളതാണ് സത്യം. അവർ ഒരു നാമധേയ സഭയിലങ്ങനെ ചേർന്ന് പോകുന്നു. അല്ലാതെ ഞാൻ ക്രിസ്തുവിൻ്റെ അംബാസഡറാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാണ്. സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ ഞാൻ യേശുക്രിസ്തു സ്ഥാപിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു സിറ്റിസണാണ്, ഞാൻ ദൈവരാജ്യത്തിലെ ഒരു പ്രജയാണ്. എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ദൈവത്തോട് നിരപ്പായതുപോലെ എല്ലാവരും ദൈവത്തോട് നിരപ്പാകുന്ന ഒരനുഭവത്തിലേക്ക് വരണം. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ബെഗ് ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും റിസീവ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ജീവനുള്ള ദൈവം നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ വെറുപ്പ് കണ്ടിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളവനെ വിളിക്കാത്തപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ അകന്നു മാറുമ്പോഴും അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ദൈവതോന്നി ബെഗ് ചെയ്യുകയാണ്, ദൈവതോന്നി നിങ്ങളൊന്ന് സ്വീകരിക്കുക. ജീവനുള്ള ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതായ ആ സത്യമൊന്ന് ഉൾക്കൊള്ളുക, ആ സത്യമൊന്ന് അംഗീകരിക്കുക. ഇതാണ് ഭാഗ്യവാനായ അപ്പോസ്തലന് മനുഷ്യരായ നമ്മളോട് പറഞ്ഞു തരാനുള്ളത്. ഈ സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. ജീവനുള്ള ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം
നാം സന്തോഷത്തോടെ ഒന്ന് സ്വീകരിക്കണം. എന്നിട്ട് ദൈവത്തോട് നിരപ്പാകുക എന്നെല്ലാമാണ് അപ്പോസ്തലൻ പറയുന്നത്. ആ വാക്ക് തന്നെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമല്ല ഇത്. പക്ഷേ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരുടെ ഒരു സവിശേഷതയായിരുന്നു, എന്താണ് അവരുടെ ഉത്തരവാദിത്വം അവർക്കറിയാമായിരുന്നു. ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്താണ്? ഒരു ക്രൈസ്തവ വിശ്വാസി ആരെയാണ് വിശ്വസിക്കേണ്ടത്? എന്താണ് വിശ്വസിക്കേണ്ടത്? ഈ കാര്യത്തെക്കുറിച്ചെല്ലാം ക്രൈസ്തവ സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് നല്ല നിർണയമുണ്ടായിരുന്നു. അതിലൊരു നിർണയമാണ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഒരു സ്ഥാനാപതിയാണ്. യേശു എന്നെ നിയമിച്ചിരിക്കുകയാണ്. യേശു എന്നെ ഉത്തരവാദിത്തോടെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ജനത്തോട് ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവം അവരെ സ്നേഹിക്കുന്നു. ആ ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ജനത്തിന് സ്നേഹത്തോടെ പ്രബോധനം കൊടുക്കുക, സ്നേഹത്തോടെ അവരെ അതിലേക്ക് സ്നേഹത്തിൻ്റെ വചനം കൊണ്ട് ആകർഷിക്കുക, ഇതാണ് എൻ്റെ ഉത്തരവാദിത്വം. മറ്റൊരു സ്ഥലത്ത് അപ്പോസ്തലൻ പറയും, എന്താണ് എൻ്റെ വിശ്വാസം? അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് പറഞ്ഞു കൊടുക്കുവാനും എനിക്കറിയാം. തീമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം നമുക്കറിയാമല്ലോ. അതിൽ അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ വളരെ വ്യക്തമാണ്. അതാണ് 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരും ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു അടിസ്ഥാന വ്യത്യാസം അവിടെയാണ്. ഇന്ന് ആരെയാണ് വിശ്വസിക്കണതെന്ന് അവർക്കറിഞ്ഞുകൂടാ. ക്രൈസ്തവ വിശ്വാസി എവിടെ ആരിലാണ് വിശ്വസിക്കേണ്ടത് എന്നവർക്കറിഞ്ഞുകൂടാ. ദൈവം ആരാണെന്ന് പറയാൻ അവർക്കറിഞ്ഞുകൂടാ. അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് പറയാൻ അവർക്കറിഞ്ഞുകൂടാ. അപ്പോസ്തലൻ പറയുകയാണ്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ സന്തതി, ദാവീദിൻ്റെ വംശപാരമ്പര്യം, വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദ ഡൈനാസ്റ്റി ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ ആ വംശ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 14 രാജാക്കന്മാർ ദാവീദിന് ശേഷം ഉണ്ടായതായി മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാം. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദാവീദിൻ്റെ കാലം കഴിഞ്ഞു. ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ആ രാജവംശം അസ്തമിച്ചു പോകുന്നതായി നാം കാണുന്നുണ്ട്. പിന്നെ ഒരു വിധത്തിൽ അതങ്ങ് നിലനിന്നു കുറേ കാലം. 14 രാജാക്കന്മാർ അതിനകത്തൊക്കെ ഉണ്ടായി. ചിലരൊക്കെ ഏതാനും മാസങ്ങൾ മാത്രമേ രാജാവായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അതങ്ങ് അസ്തമിച്ചു പോയി. ദാവീദിൻ്റെ രാജവംശം ഇല്ലാതെ ആയിപ്പോയി. എന്നാൽ യേശുക്രിസ്തു ദാവീദിൻ്റെ വംശത്തിൽ ജനിക്കുമെന്നുള്ളത് പ്രവാചകൻ്റെ വചനമായിരുന്നു. യെശയ്യാ പ്രവാചകൻ 9-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ പ്രവാചകൻ പറയുകയാണ്, ഒരു സമാധാന രാജ്യമുണ്ടാകും, ഒരു സമാധാന രാജാവുണ്ടാകും. ആ സമാധാന രാജാവ് ജീവനുള്ള ദൈവം അയച്ചിട്ട് ദാവീദ് വംശത്തിൽ ഒരു സമാധാന രാജാവുണ്ടാകും. അത് ദാവീദിൻ്റെ വംശത്തിലാണ് ഉണ്ടാവുക എന്ന് പ്രവാചകൻ ആ കാലത്ത് തന്നെ വിസ്തരിച്ച് പറഞ്ഞിരുന്നു. ആ കർത്താവായ യേശുക്രിസ്തു, ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ചവനായ കർത്താവായ യേശുക്രിസ്തു, നാം സുവിശേഷമെല്ലാം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ദാവീദിൻ്റെ മകനെന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വിളിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 47-48 വാക്യങ്ങളിൽ കണ്ണുകുരുടനായ ഭർത്തിയുമായി യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ തിരിച്ചറിഞ്ഞ് അപേക്ഷിച്ച ഒരു വ്യക്തിയാണ് ഈ ഭർത്തിയുമായി.
കർത്താവായ യേശു ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച മെശിഹായാണ്, വരുവാനുള്ള മെശിഹായാണ് എന്ന് യേശുവിനെ അറിഞ്ഞ് അവനോട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ബർത്തിമായി. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ നാം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് തന്നെ വിളിക്കുന്നത്. ദാവീദിൻ്റെ മകനായ യേശു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നാണ് നിലവിളിക്കുന്നത്. കർത്താവായ യേശു ആ വാക്ക് കേട്ട് തന്നെ വാസ്തവത്തിൽ ഹൃദയത്തിൽ സന്തോഷിച്ചു കാണും. കാരണം തന്നെ വാസ്തവത്തിൽ പ്രവാചകൻ പറഞ്ഞതായ ആ മിശിഹ ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വിശ്വാസത്തോടെ തന്നെ വിളിച്ചതായ ആ ബർത്തിമായിയെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവൻ ആരാണെന്നറിഞ്ഞ്, അവൻ മിശിഹായാണെന്നറിഞ്ഞ്, അവൻ പ്രവാചകൻ പറഞ്ഞതുപോലെ ദൈവം അയച്ചവനാണ്, അവന് രക്ഷകനാണ്, അവനെന്നെ വീണ്ടെടുപ്പുകാരനാണ് എന്നറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് വ്യത്യാസമുണ്ട്. നമുക്കൊരു ബോധ്യമില്ലാതെ ആരായിരിക്കുമോ എന്തായിരിക്കുമോ അറിയില്ലാത്ത ആളോട് പ്രാർത്ഥിക്കുന്ന പോലെയല്ല, അറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലനായ തോമസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് വിളിക്കുന്നു. കർത്താവിനെ തിരിച്ചറിഞ്ഞു, അവൻ ദൈവമാണ് തിരിച്ചറിഞ്ഞു. മിശിഹായെ തിരിച്ചറിഞ്ഞു, അവൻ ദൈവമാണ് തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം അനേകർ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന എത്ര പേർക്കറിയാം ഈ കർത്താവായ യേശു ആരാണ്, അവൻ എന്തിന് ലോകത്തിലേക്ക് വന്നു, അവനെ ആരാണ് ലോകത്തിലേക്ക് അയച്ചത്, അവൻ്റെ വേല എന്തായിരുന്നു, അവന് ഞാനുമായുള്ള ബന്ധമെന്താണ്? പ്രിയപ്പെട്ടവർ, ഇത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നതിൻ്റെ വിലയെന്ന് പറയുന്നത് വേറെയാണ്. ഇന്ന് അനേകരും വില മനസ്സിലാക്കാതെയാണ് പ്രാർത്ഥിക്കുന്നത്, യേശു ആരാണെന്ന് അറിയാതെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവായ യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ച ഒരു ശതാധിപനെ കുറിച്ച് വായിക്കുന്നുണ്ട്. നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്നാണ് അവൻ പറയുന്നത്. വരേണ്ട ആവശ്യമില്ല, കാരണം നീ അവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. കാരണം യേശു ദൈവമാണെന്ന് അറിഞ്ഞു. അവനെൻ്റെ വീട്ടിൽ തന്നെ വന്ന് ഈ രോഗിയായവൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്നില്ല, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, അത് നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസം, ജീവനുള്ള ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുള്ളതായ ഒരു വിശ്വാസം, അവനെൻ്റെ രക്ഷകനാണ്, അവനെന്നെ തൊട്ടവനാണ്, കഴിഞ്ഞ കാലങ്ങളോട് സംസാരിച്ചവനാണ്, അവനെൻ്റെ ജീവിതത്തിൽ ഇടപെട്ടവനാണ്, അവനെന്നോട് വ്യക്തിപരമായി തന്നെ ഞാനും അവനുമായൊരു ബന്ധമുണ്ട്, അവനെൻ്റെ ഹൃദയത്തിൽ വന്നതാണ്, അവൻ്റെ ഹൃദയത്തിൽ വസിച്ചതാണ്, എനിക്ക് പാപം വന്നപ്പോൾ ഞാനും അവനുമായി അകന്നു പോയതാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ളതായ ഒരു ശരിയായ വിശ്വാസ ജീവിതം. പ്രിയപ്പെട്ടവരെ, അതുള്ളവർക്ക് മാത്രമേ ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു വേലക്കാരനാണ് ഞാൻ, എൻ്റെ വിശ്വാസം എന്താണ്, ഈ യേശു ആരാണ്, ഞാൻ അവനുമായുള്ള ബന്ധം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാനും കഴിയണമെങ്കിൽ ശരിയായ ഒരു വിശ്വാസവും അടിസ്ഥാനവും ഉണ്ടായിരിക്കണം. വിശ്വാസവും അടിസ്ഥാനവും. വിശ്വാസം മാത്രം പോരാ, യേശു ആരാണെന്നറിഞ്ഞു, അവൻ സാക്ഷാൽ ദൈവമാണെന്നറിഞ്ഞു, അവനാണ് വരാനുള്ള രക്ഷകനെന്നറിഞ്ഞു, അവനൊഴികെ ഒരു നന്മയുമില്ല എന്നറിഞ്ഞു, ഇനി വേറെ ആരും എന്നെ രക്ഷിക്കാൻ വരാനില്ല എന്ന് മനസ്സിലായി. എനിക്ക് പാപത്തിൻ്റെ മേൽ ജയം വേണമോ, എനിക്ക് എൻ്റെ പാപം ക്ഷമിച്ചു കിട്ടണമോ, അത് യേശു ക്രിസ്തുവിന് മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ, ക്രിസ്തു മാത്രമേ അതിനെ സഹായിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് അടുത്തു വരുന്നവനാണ് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്നതായ ഒരു ക്രിസ്ത്യാനി. പ്രിയപ്പെട്ടവരെ, അവർ വെറുതെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ മാത്രമായിരിക്കില്ല. കർത്താവായ യേശുവിനെ നാം വ്യക്തിപരമായി അറിഞ്ഞാൽ, അവൻ ആരാണെന്ന് വ്യക്തമായി നമുക്ക് തിരിച്ചറിഞ്ഞാൽ, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ക്രൈസ്തവരായി നാം ആശ്രയിക്കുന്നത് നേരിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും. ഇന്ന് അനേകർക്കും വളരെ വിഷമമുള്ളൊരു വിഷയമാണ്. യേശുക്രിസ്തുവുമായി നേരിട്ട് ഒരു പ്രാർത്ഥനയോ ഒരു അപേക്ഷയോ അതിനേക്കാൾ കൂടുതൽ അവർ എളുപ്പത്തിൽ കാണുന്നത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചത് മധ്യസ്ഥ പ്രാർത്ഥനയല്ല. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥന പഠിപ്പിച്ചു. ഒരിക്കലും അവൻ മധ്യസ്ഥ പ്രാർത്ഥനയല്ല പഠിപ്പിച്ചത്. അവൻ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കറിയാം, കർത്തൃ പ്രാർത്ഥന എന്ന് പറയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ആരാണ് വേറൊരാൾ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലാതെ, അത് ഞാൻ തന്നെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. പരീക്ഷയിലേക്ക്
എന്നെ പ്രവേശിപ്പിക്കരുത്. പരീക്ഷയിലേക്ക് ഈ വ്യക്തിയെ, ഈ ദൈവദാസനെ പ്രവേശിപ്പിക്കരുതെന്നല്ല, പരീക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് ആ പരീക്ഷ? എന്താണ് മനുഷ്യരായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടി വരുന്ന പരീക്ഷ ഏതാണ്? ആ പരീക്ഷ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം വേണമോ, എൻ്റെ ഇഷ്ടം വേണമോ? ഇതാണ് പരീക്ഷ. ദൈവത്തിൻ്റെ ഇഷ്ടം വേണമോ, എൻ്റെ ഇഷ്ടം നടക്കണമോ? ഇതാണ് പരീക്ഷ. അങ്ങനെയൊരു പരീക്ഷയിലേക്ക് ഞാൻ വരാൻ ഇടവരരുത്. എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി എന്നുള്ളതായ ഒരു എളിമ എനിക്കുണ്ടാകണം, ഒരു താഴ്മ എനിക്കുണ്ടാകണം. ഒരിക്കലും എൻ്റെ ഇഷ്ടം അത് നടക്കണമെന്നുള്ളതായ ഒരു പരീക്ഷണത്തിലെ, ഒരു പരിശോധനയിലേക്ക് നാം വരാനിടവരരുത്. അതാണ് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഒരു പാപത്തിൻ്റെ പ്രലോഭനം, അങ്ങനെ പാപത്തിൻ്റെ കാര്യങ്ങളും ചേർത്ത് പറയാം. പക്ഷേ ഒറ്റ വാക്കിൽ നാം പറഞ്ഞാൽ, ഒരിക്കലും എൻ്റെ ഇഷ്ടവും ദൈവ ഇഷ്ടവും തമ്മിലുള്ളതായ ഒരു വിരുദ്ധ മനോഭാവം എന്നിൽ ഉണ്ടാകാനിടവരരുത്. അതാണ് ഒരു ക്രൈസ്തവൻ്റെ വളർച്ചയെന്ന് പറയുന്നത്. എൻ്റെ ഇഷ്ടവും ദൈവ ഇഷ്ടവും തമ്മിലുള്ളതായ ഒരു വൈരുദ്ധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാകരുത്. കാരണം എൻ്റെ ഉള്ളിൽ എൻ്റെ ഇഷ്ടം ഉണ്ടാകാതിരിക്കണം. അപ്പോസ്തലൻ പറയും, നിങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് എന്നിട്ട് നിങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് വാസ്തവത്തിൽ ദൈവവചനത്തിലൂടെ നമ്മുടെ സിരകളിലേക്ക് കയറേണ്ടതായ ദൈവത്തിൻ്റെ സത്യവചനം. അതാണ് നേരിട്ട് ധൈര്യത്തോടെ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പ്രാർത്ഥിക്കണം. കാരണം കർത്താവ് എന്നെ വില കൊടുത്ത് മേടിച്ചതാണ്. കർത്താവായ യേശു രക്തത്താൽ ഞാൻ മകനായി തീർന്നവനാണ്. ഞാനും എൻ്റെ അപ്പനുമായി സംസാരിക്കാൻ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ, എനിക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാൻ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമേ ഇല്ല. ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം. പക്ഷേ മനുഷ്യരായി നാം ആ വിശ്വാസത്തിലേക്ക് വരണം. ധൈര്യത്തോടെ പ്രാർത്ഥിക്കണം. വീണ്ടും കർത്താവ് പഠിപ്പിച്ചു, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ തന്നെ, ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന് എത്രയധികം നിങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം നാം ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വേല ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. നാം വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയവരാണ്. നാം തനിയെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നാം പരീക്ഷയിലേക്ക് പ്രവേശിക്കാനേ പാടില്ല. അങ്ങനെ ഒരു പരീക്ഷയിലേക്ക് നമ്മുടെ ഹൃദയം പോകാനേ പാടില്ല. ദൈവ ഇഷ്ടമോ എൻ്റെ ഇഷ്ടമോ, അങ്ങനെ ഒരു പരിശോധന, ഒരു പരീക്ഷയിലേക്ക് വരാൻ പാടില്ല. എൻ്റെ ഇഷ്ടം അത് ഞാൻ പൂർണ്ണമായി ഉപേക്ഷിച്ചവനായിരിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, പിശാച് എന്തായിരിക്കും പ്രാർത്ഥിക്കുക? പിശാച് എന്തായിരിക്കും യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക? പിശാചിൻ്റെ ഒരു പ്രാർത്ഥന സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം, നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന്, എൻ്റെ പേർ ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. പിശാചിന് ഒരപേക്ഷയാണുള്ളത്, പാതാളത്തിലേക്ക് വിടരുത്. പിശാചിന് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാനായിട്ട് ഒരപേക്ഷയുള്ളൂ, പാതാളത്തിലേക്ക് ഞങ്ങളെ വിടരുത്. പാതാളം അവൻ്റെ പാർപ്പിടമാണ്, പക്ഷേ അങ്ങോട്ട് ഞങ്ങളെ വിടരുത്. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ മനുഷ്യർ പാർക്കുന്ന ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടാൻ സമ്മതിക്കണം. മനുഷ്യരല്ലെങ്കിൽ പന്നിയുടെ ഉള്ളിലായാലും കുഴപ്പമില്ല എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കാരണം അതാണ് പിശാചിൻ്റെ ആഗ്രഹം. എങ്ങനെയും മനുഷ്യനെ വഞ്ചിക്കണം. മനുഷ്യരായി നാം പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആവശ്യങ്ങളില്ലേ? നിങ്ങൾക്ക് അത്യാവശ്യങ്ങളില്ലേ? ജീവനുള്ള ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകൂ. കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നാം അത് അറിയും. നമ്മുടെ ഹൃദയത്തിൽ പിശാച് വന്നാൽ നാം അറിയണമെന്നില്ല. യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നാൽ നാം അറിയും. എങ്ങനെ അറിയും? പാപത്തോട് അറപ്പും വെറുപ്പും വരും. പിശാചകത്തിലേക്ക് വന്നാൽ നാം അറിയാറ് പോലുമില്ല. കാരണം അതെപ്പോഴും സംഭവിക്കുന്ന കാര്യം, പാപത്തോട് നമുക്കൊരു താല്പര്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. പാപത്തോടുള്ള താല്പര്യം, കോപിക്കാനുള്ള താല്പര്യം, പ്രതികാരത്തിനുള്ളതായ താല്പര്യം, അശുദ്ധിക്കുള്ളതായ താല്പര്യം, മദ്യത്തിനുള്ളതായ താല്പര്യം, എൻ്റെ അകത്ത് പിശാചുള്ളത് കൊണ്ടാണ് ആ ആഗ്രഹം എന്നിൽ നിലനിൽക്കുന്നത്.
അതുകൊണ്ടാണ് എനിക്ക് അതിനോടൊരു അഭിനിവേശം, അതുകൊണ്ടാണ് എനിക്ക് അതിനോടെല്ലാം താല്പര്യം. ഭാര്യയോട് മിണ്ടാത്തത്, കുടുംബത്തിൽ അലോക്യം ഉണ്ടാക്കുന്നത് എൻ്റെ അകത്ത് പിശാചുള്ളത് കൊണ്ടാണെന്ന് അധികം പേരും മനസ്സിലാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പിതാവാ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവിനെന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. എന്താണ് നിരപ്പ് പ്രാപിക്കുക എന്ന് പറയുന്നത്? 111 സങ്കീർത്തനം 6 വാക്യം നമുക്ക് വായിക്കാം. 111 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തൻ്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ ശക്തി ദൈവം വെളിപ്പെടുത്തി. ഇസ്രായേൽ ജനത്തിന് ജാതികളുടെ അവകാശം, പുറപ്പാടിൻ്റെ കാലത്ത് ഇസ്രായേൽ മക്കൾക്ക് കനാൻ നാട് കൊടുത്തു. പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ ശക്തി ദൈവം വെളിപ്പെടുത്തിയത് അവകാശപ്പെടാത്തതായ കനാൻ നാട് അവർക്ക് കൊടുത്തുകൊണ്ടാണ് ദൈവം അത് വെളിപ്പെടുത്തിയത്. എന്നാൽ പുതിയ നിയമകാലത്ത് ജീവനുള്ള ദൈവം എങ്ങനെയാണ് തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നത്? ജീവനുള്ള ദൈവം എങ്ങനെയാണ് നമ്മളെ തൻ്റെ ശക്തി വെളിപ്പെടുത്തി തരുന്നത്? എപ്രകാരമാണ് നമുക്ക് നമ്മുടെ ചിന്തകളിൽ മേൽ നിയന്ത്രണം കിട്ടുന്നു? പ്രിയപ്പെട്ടവരെ, ചിന്തയുടെ മേൽ നിയന്ത്രണം ഉണ്ടാകുന്നു. 2 കൊരിന്ത്യർ 10 5 വാക്യം വായിച്ചു നോക്കാം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എത്രയോ കാലം പള്ളിയിൽ പോകുന്നു, കൂട്ടായ്മയ്ക്ക് പോകുന്നു, പ്രസംഗിക്കുന്നു, ദൈവവേല ചെയ്യുന്നു. പക്ഷേ എൻ്റെ ചിന്തകളെ എനിക്ക് പിടിച്ചടക്കാൻ സാധിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ കയറൂരിയ പോലെ പോകുന്നില്ല. എൻ്റെ ചിന്തകൾ കയറൂരിയത് പോലെ പോകുന്നില്ല. കാരണം എനിക്കതിനുള്ളതായ കഴിവെൻ്റെ ദൈവം തന്നു. അതാണ് ദൈവത്തോട് നിരപ്പാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം. അതാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നു, കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നു, നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നു, നമ്മുടെ മേൽ നമുക്ക് ഇന്ദ്രിയത്തിൻ്റെ മേൽ ജയം കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെയുള്ളതായ കാര്യമാണ് നമുക്ക് സാധിക്കാതിരുന്നതായ, എന്നുവെച്ചാൽ പാപം ചെയ്യാനുള്ളതായ ആഗ്രഹം നമ്മളിൽ നിന്ന് മാറിക്കിട്ടുന്നു. അതാണ് ദൈവത്തോട് നിരപ്പാവും തോറും, ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം വരും തോറും പാപത്തോടുള്ളതായ ആഗ്രഹം മാറിപ്പോകുന്നു, ചിന്തകളുടെ മേൽ നിയന്ത്രണം കിട്ടുന്നു. ഇതാണ് കാൽവരിയിലെ ക്രൂശ് നമുക്ക് നേടിത്തന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എളിമയോടെ ഒന്ന് ആഗ്രഹിക്കാം. നമ്മുടെ തലകളെ വണക്കി നമുക്കൊന്ന് കൊതിയോടെ പ്രാർത്ഥിക്കാം. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനെന്നാണ് അപ്പോസ്തലൻ ഓർപ്പിക്കാനുള്ളത്. അപ്പോസ്തലൻ്റെ വിശ്വാസം, അപ്പോസ്തലന് നല്ല നിർണയമുണ്ടായിരുന്നു. നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് നിർണയമുള്ളവരാകാം. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് വരാം. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. കർത്താവെ, എൻ്റെ ഇഷ്ടം നടക്കണമെന്നുള്ളതായ ഒരു വിചാരം പോലും എൻ്റെ ഉള്ളിൽ ഉണ്ടാകരുത്. എൻ്റെ ആഗ്രഹങ്ങളിൽ പോലും അങ്ങനെ ഒരു വിചാരം വരരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നാൽ മതി. ജീവനുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, അതാണ് കാൽവരിയിൽ യേശു നേടിത്തന്ന ആ ജയമെന്ന് പറയുന്നത്. ആ ക്രൂശിലേക്ക് നാം ചേർന്ന് വരും തോറും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളായി മാറുന്നു. ക്രൈസ്തവ ജീവിതം ഒരു ആവേശമായി മാറുന്നു, ഒരു സമാധാനമായി മാറുന്നു, ഒരു സന്തോഷമായി മാറുന്നു. ജീവനുള്ള ദൈവത്തോട് നമുക്ക് വാക്ക് പറയാം. കർത്താവെ, ഞാൻ നിരപ്പ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിനോട് ഇണങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു, ദൈവവചനപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ, തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.